ഹലോ ഹായ്, എല്ലാവർക്കും സുഖം തന്നെ എന്ന് വിചാരിക്കുന്നു. ഇന്ന് ഞാൻ നിങ്ങൾക്കൊരു കപ്പ നമ്മളെ നാട്ടിലെ കിഴങ്ങ് പുഴുങ്ങി കാണിക്കേണ്ടിയിട്ട് വന്നതാണ്. പിന്നെ കിഴങ്ങെല്ലാം വൃത്തിയായി കൈ മുറിച്ചിട്ട് കുക്കറിലിട്ട് വേവിച്ച് വെച്ചതാണ്. അതിൻ്റെ ശേഷം നിങ്ങളൊരു ചീനച്ചട്ടി വെക്കുക, ഗ്യാസ് കത്തിക്കുക, പിന്നെ അതിൽ എണ്ണ ഒഴിക്കുക, കടുക് ഇടുക, ജീരകം ഇടുക. അതിൻ്റെ ശേഷം നമ്മൾ ഈ തോലെല്ലാം കളഞ്ഞ് കഴുകി കുക്കറിൽ അടുപ്പത്ത് വെച്ച് 2-3 ചിട്ടിയിട്ട് വേവിച്ച് വെച്ച കപ്പ എടുത്തിട്ട് നല്ലോണം അടിച്ച് സൈഡിൽ വെക്കുക. പിന്നെ നിങ്ങൾ ഈ ചീനച്ചട്ടിയിൽ എണ്ണ ഒഴിച്ച് ജീരകം ഇട്ടിട്ടുണ്ടല്ലോ, അതിൻ്റെ അകത്ത് ഉള്ളി മുറിച്ചിട്ടത്, പച്ചമുളക്, പിന്നെ കരുവേപ്പിൻ ചപ്പ്, പിന്നെ എന്തെങ്കിലും നിങ്ങൾക്ക് ഇഷ്ടമുള്ള എല്ലാം ഇടാം. എന്നിട്ടെല്ലാം കൂടി ഈ നിങ്ങളടുത്ത് ഇഞ്ചി വെളുത്തുള്ളീൻ്റെ പേസ്റ്റ് ഉണ്ട്, ഒരു ലേശം അതും ഇട്ടാലും നല്ല. അല്ലെ പിന്നെ മുറിച്ചിട്ട വെളുത്തുള്ളി, ഇഞ്ചി കഷ്ണം, ഉള്ളി, ചുവന്ന മുളക് 2 നുറുക്കാക്കിയിട്ട് അതെല്ലാം ഇട്ടാലും മതി. മറ്റേതുണ്ട്, ഒരു ലേശം അത് ഇട്ടാലും നല്ല ഉണ്ടാവും. ഇതെല്ലാം കൂടി അതിന് വേണ്ടുന്ന ഉപ്പ് ഇട്ട് ഇളക്കി നല്ലോണം കുറച്ച് സമയം ഇളക്കി. അതിൻ്റെ ശേഷം ഒരു ലേശം മഞ്ഞളിൻ്റെ പൊടിയും ഒരു ലേശം മുളകിൻ്റെ പൊടിയും അതിലിടുക. എന്നിട്ടെല്ലാം കൂടി ഇളക്കി ഇതായി. പിന്നെ നിങ്ങൾക്ക് വേണമെങ്കിൽ കുരുമുളക് പൊടിയുണ്ട്, ഒരു ലേശം കുരുമുളക് പൊടിയും ഇടാം. മഞ്ഞൾ പൊടി ഇട്ടതിൻ്റെ ശേഷം മുളക് പൊടി ഇട്ടതിൻ്റെ ശേഷം കരുവേപ്പിൻ ചപ്പ് ഇട്ടിട്ട് അതിനെ നല്ലോണം ഇളക്കി ശരിയായി വരുമ്പോൾ അതിൻ്റെ ഉപ്പെല്ലാം നോക്കുക. എന്നിട്ട് നിങ്ങൾ ഈ കേങ്ങെടുത്തിട്ട് അതിൻ്റെ അകത്തേക്ക് ചെരിയുക. നമ്മൾ അടിച്ച് വെച്ച കേങ്ങുണ്ടല്ലോ, ഇതിന് വേണ്ട ഉപ്പെല്ലാം ഇട്ട് കേങ്ങെടുത്ത് ചെരിഞ്ഞ് എല്ലാം കൂടി അതിനെ ഇളക്കി മിക്സാക്കി നോക്കി ഉപ്പെല്ലാം റെഡിയാണെന്നോ നോക്കുക. അപ്പോഴൊക്കെ നമ്മളൊരു അരമുറി തേങ്ങ വരണ്ടി വെച്ചിട്ടുണ്ടാവും. അപ്പോൾ ആ തേങ്ങ എടുത്ത് ഇതിൻ്റെ മേലെ നമ്മളെ ഉപ്പെല്ലാം ശരിയാണെന്ന് നോക്കുക, എല്ലാം ഇളക്കി ഇതാക്കി ഇടുക. എന്നിട്ട് ഈ തേങ്ങ എടുത്ത് അതിൻ്റെ മേലെ ഇട്ട് എന്നിട്ടെല്ലാം റെഡിയായി. അങ്ങനെ കേങ്ങ് റെഡി. ഇതിൻ്റെ മേലെ നിങ്ങൾക്ക് ഒരു സ്പൂണ് പച്ച വെളിച്ചെണ്ണ ഇട്ടിച്ച് കൊടുക്കുക. പിന്നെ നമ്മളൊരു അരമുറി തേങ്ങ എടുത്ത് വരണ്ടി വെച്ചിട്ടുണ്ട്, ആ തേങ്ങ ഇതിൻ്റെ മുകളിൽ ഇട്ട് കൊടുക്കുക. അതിൻ്റെ എല്ലാം കൂടി ഒന്ന് ഇളക്കി ശരിയാക്കി നല്ല 2 കൂടി കരുവേപ്പിൻ ചപ്പുണ്ട്, അതും നിങ്ങൾക്ക് ഇടാം. പിന്നെ നമ്മൾ ഇത് മീൻ മേടിച്ചിട്ടുണ്ടെങ്കിലും മീൻ കറീൻ്റെ കൂടി കേങ്ങ് കുറേ ടേസ്റ്റല്ല. അങ്ങനെ പിന്നെ മീൻ മേടിച്ചുകൊണ്ട് കപ്പയും മേടിച്ച് അങ്ങനെ നമ്മൾ ഉണ്ടാക്കിയതാണ്. നിങ്ങൾ എല്ലാവരും ഉണ്ടാക്കി നോക്ക്, നല്ല ടേസ്റ്റായത്. നിങ്ങൾക്കിത് വെറുതെ തിന്നാലും നല്ല ടേസ്റ്റാണ്, മീൻ കറി കൂട്ടി തിന്നാലും നല്ല ടേസ്റ്റാണ്, എന്തിൻ്റെ കൂടിയും കൂട്ടാം. ഇനി ഞാൻ വേറെ ഏതെങ്കിലും ഒരു ഡിഷുമായിട്ട് നിങ്ങളെ കാണുകയും വരും. എന്നാൽ എല്ലാവർക്കും ബായ്.